അണ്ണം വന്നടാ, യാശത്തി. തോക്ക് റെഡിയാക്കട്ടെ. അതെ, അപ്പൊ മൂത്തമ്മയുടെ ആവശ്യമില്ലേ, വെറുതെ തോക്കും പിടിച്ചിട്ട് സമയം കളഞ്ഞു. ഗുണ്ട് പൊട്ടിക്കാനേ തോന്നുന്നു. എന്താ സിനിമ മാറ്റിയോ? പീക്കട്ടോ ഡാൻസിങ് കാറൊക്കെ. ഇതിനെ റിയാക്ട് ചെയ്യണില്ല. ഇത് കുറെ അവരടിച്ച മക്കളുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അച്ഛൻ അയച്ചു കൊടുക്കും, എന്നിട്ട് പറയും മോനത തുണ്ട് കണ്ട് റിയാക്ട് ചെയ്യണമെന്നും. എടാ, അത് KGF നായകന്റെ പുതിയ സിനിമയാണ് യാഷ്. ഇനി യാഷ് ആരാന്ന് ചോദിക്കുവോ? എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല, വേറെ കുറെ ഡോഗ്സിന്റെ മക്കളുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. മറ്റുള്ളവരെന്താ കാട്ടണം നോക്കാൻ വേണ്ടി വരുന്നവന്മാര്. നീയൊക്കെ എന്ത് വെള്ളം കാട്ടാ, ഞാൻ റിയാക്ട് ചെയ്യും. നമുക്ക് വീഡിയോയിലിട്ട് പോക്കാം. Marvelous shot, extraordinary, temporary. Directed by Keethu Mohandas. ഇതില് കണ്ടന്റ് ഉണ്ട് മക്കളെ. തന്ത വീട്ടിലെത്തിയടാ മക്കളെ. യാഷിന്റെ ബർത്ത്ഡേക്ക് എന്തായാലും അടിപൊളി ഗിഫ്റ്റാണ് ഗീതു കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഗീതു മോഹൻദാസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മീഡിയയോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അവിടെ ഇരുന്ന് ചലച്ചോണ്ടിരിക്കണവന്മാരൊക്കെ ഇപ്പൊ മുക്കിൽ കരഞ്ഞോണ്ടിരിക്കണ്ടാവും എന്നൊക്കെ തോന്നുന്നു. As a filmmaker, it is an added responsibility that people are comfortable when they watch with their family, with their spouse, whatever. If they are conditioned in a certain way in their thoughts, then I need to make them very comfortable. ഇതിനിപ്പോ എന്താ ഞാൻ പറയുക വെച്ചാലേ, എടാ മറ്റേ ഹരിശ്രീ അശോകന മറ്റേ പടത്തിൽ നിൽക്കണില്ലടാ, മറ്റേ ട്രൗസർ ഇട്ടിട്ട് ഇങ്ങനെ അപ്പൊ അതേപോലെ ഒരു കാലിലും അപ്പുറത്തെ കാല് വേറെ സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് നിൽക്കുക. ഒന്ന് കുറച്ച് ഫെമിനിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിൽക്കും, പിന്നെ കുറച്ച് യാഷിനെ വെച്ചിട്ട് ഇങ്ങനത്തെ പടം ചെയ്യും. മൂത്തമ്മയൊക്കെ കൂട്ടിയിട്ട് കതിനവിടി ആ ലെവലില്. കൂടെ ഇരുന്ന പാർവതിനെ അങ്ങനെ മോട്ടിക്കൊണ്ടിരുന്നതല്ല. ഇല്ല കേസ്, ഇതില് അങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല നമ്മുടെ മൂവിയിൽ കേട്ടോ. ജസ്റ്റ് അവരൊരു ഗുണ്ട് പൊട്ടിച്ചാണ് ശത്രുക്കളൊക്കെ ഇതാക്കാൻ വേണ്ടിട്ടേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു നല്ലൊരു ഫാമിലി ഫ്രണ്ട്ലി മൂവിയാണ്, എല്ലാവർക്കും കാണാം, ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാം എന്നാണ് ഗീതു മോഹൻദാസ് ഇവിടെ പറയുന്നത്. മറ്റുള്ള ഫിലിം മേക്കേഴ്സിനെ പറ്റിയിട്ട് കുറ്റം പറയുമ്പോൾ ഒക്കെ അവനവൻ ചെയ്യുന്ന കാര്യങ്ങളും നന്നായിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് മൂവി കാണാം, വരട്ടെ.
ബാക്കി അഭിപ്രായങ്ങൾ അപ്പോൾ പറയാം. ഗൈസ്, ഇറ്റ്സ് മീ ദി ടോക്സ് സൈനിങ് ഓഫ്.